അർജുനെ അവൻ്റെ മകൻ്റെ അടുത്ത് എത്തിക്കണമെന്നത് എൻ്റെ ആഗ്രഹവും വാശിയുമായിരുന്നു. അവൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണ് അവനെയും കൊണ്ടേ വരൂ എന്നത്. അത് ഞാൻ പാലിച്ചു. അതിൻ്റെ ഉള്ളിൽ അവനുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, അത്രമാത്രം പരിക്കൊന്നും ഉണ്ടാകില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞതാ അവൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. ട്രക്കിൽ അർജുൻ്റെ മൃതദേഹമുണ്ടെന്ന് സ്ഥിരീകരിക്കുമ്പോൾ വികാരനിർഭരമായിരുന്നു ലോറി ഉടമ മനാഫിൻ്റെ പ്രതികരണം. ഞാൻ വീണ്ടും പറയുന്നു, ലോറിയല്ല എനിക്ക് പ്രധാനം. അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്തിക്കൊണ്ടുവരുമെന്ന് ഞാൻ അവൻ്റെ കുടുംബത്തിന് ഉറപ്പു നൽകിയതാണ്. ഈ കണ്ട സമ്പാദ്യമെല്ലാം ഉണ്ടായത് അർജുൻ കൂടി ഉള്ളത് കൊണ്ടാണ്. സ്വത്തും സമ്പാദ്യവും ഒന്നുമല്ല വലുത്. ലോറിയുടെ കാര്യം ഞാൻ കാര്യമാക്കുന്നില്ല. അർജുനാണ് എനിക്ക് വലുത്. അർജുൻ എൻ്റെ മേലൊരു വിശ്വാസമുണ്ട്. എന്തു പറ്റിയാലും അവനെ ഞാൻ അവൻ്റെ വീട്ടിൽ എത്തിക്കുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു. അവനെ ഞാൻ അവൻ്റെ വീട്ടിലെത്തിക്കും. ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പലരും പലതും പറഞ്ഞു. വണ്ടി കിട്ടാനാണ്, അർജുനെ കിട്ടാനല്ല എന്നൊക്കെ. ഇപ്പോൾ ഞാൻ പറയുക, ആ വണ്ടി പൊന്തിച്ച് അവനെ അവിടെ നിന്ന് എടുത്തിട്ട് ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. എനിക്ക് ആ മരവും വണ്ടിയും ഒന്നും വേണ്ട. അവനെ ആ വണ്ടിയിൽ നിന്ന് എങ്ങനെ ഇറക്കണമെന്നാണ് ആലോചിക്കുന്നത്. ആ വണ്ടി ഇനി വേണ്ട, അവനെ മാത്രം മതി. ബാക്കിയെല്ലാം പിന്നെ നോക്കാം. ഇനി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. പല ആളുകളോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ലായിരുന്നു. ദൈവം സഹായിച്ച് അവനെ ഇന്ന് കിട്ടിയെന്ന് മനാഫ് പറഞ്ഞു നിർത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.